സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ടൊരു പുളിശ്ശേരി ആണ് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ ഈ സ്വീറ്റ് പൊട്ടറ്റോ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റീം ചെയ്ത് നല്ല ചമ്മന്തി ഉണ്ടാക്കി അങ്ങനെയൊക്കെ കഴിക്കലൊക്കെയല്ലേ പതിവ്. അപ്പോൾ ഈ മധുരക്കിഴങ്ങ് പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു മധുരക്കിഴങ്ങിൻ്റെ അതാണ് എടുത്തേക്കണത്. അപ്പോൾ ഇത് നല്ലപോലെ കഴുകി ഇതുപോലെ പീൽ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള വലിപ്പത്തിനുള്ള കഷ്ണങ്ങളായിട്ട് മുറിക്കുക. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഈ ലെവലിലുള്ള കഷ്ണങ്ങളാണ് ഞാൻ മുറിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ വലുതോ ചെറുതോ ഒക്കെ ആക്കാട്ടോ. ഈ കറിയൊക്കെ നമ്മൾ തൈര് അതായത് പുളിയൊക്കെ ചേർത്തുണ്ടാക്കുന്നതുകൊണ്ട് ഞാനൊരു മൺകലാണ് എടുത്തേക്കുന്നത്. വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞു മൺകലാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് വേവാനുള്ള അത്യാവശ്യത്തിന് ഉള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇച്ചിരി നകക്ക വെള്ളമാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. അതിന് ശേഷം നമുക്ക് മൂടിയിട്ടിട്ട് ഒന്ന് തിളപ്പിക്കാം. അതായത് ഒരു 5 മിനിറ്റ് ഒന്ന് കഴിയുമ്പോഴേക്കും നല്ല തിള വരും. അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ അകത്തേക്കുള്ള കുറച്ച് അരപ്പുണ്ട്. ആ അരപ്പ് വളരെ സിമ്പിളായിട്ടുള്ള അരപ്പാണ് കേട്ടോ. ആ അരപ്പ് ഒന്ന് മിക്സിയിനകത്തേക്ക് എടുത്ത് വെക്കാം. അതായത് ഞാനൊരു 3 സ്പൂൺ തേങ്ങ ചിരണ്ടിയതും അതുപോലെ തന്നെ 2 ടീസ്പൂൺ കട്ട തൈര്, നല്ല പുളിയുള്ള തൈര് ഒഴിച്ചാൽ ഏറ്റവും നല്ലത്. കാരണം ഇതിന് മധുരമായതുകൊണ്ട് ഇച്ചിരി പുളിയുള്ളത് എപ്പോഴും നല്ലതാണ്. അതുപോലെ തന്നെ മുളക്, 1 ടീസ്പൂൺ മുളകും ഒരു 1/4 ടീസ്പൂണിനൊക്കെ കൂടുതൽ മഞ്ഞൾപ്പൊടിക്കും ചേർക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ വെള്ളമൊന്നും ചേർക്കണ്ട, നല്ലപോലെ ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം നമുക്ക്. ഞാൻ ഫോളോ ചെയ്യണത് ഊർമിളയുടെ മാമ്പഴ പുളിശ്ശേരിയുടേതാണ്. പക്ഷേ അതിൻ്റെ അകത്ത് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് അരച്ചതിന് ശേഷം നല്ലപോലെ അരച്ചെടുക്കണം കേട്ടോ. നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കറി നോക്കാം. നല്ലപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അത്യാവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പിട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മളിതിനെ മൂടി വെച്ച് വേവിച്ചെടുക്കണം. കാരണം ഒരു തിള വന്നതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും ഇതിനെ മൂടിയിട്ട് ഒരു 10 മിനിറ്റ് എടുക്കും ഇത് വെന്തെടുക്കാനായിട്ട്. അത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 10 മിനിറ്റിൽ ഇത് വെന്ത് കിട്ടും. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളുടെ മധുരക്കിഴങ്ങ് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ചില കിഴങ്ങുകൾ ഇതിൽ നേരത്തെ വെന്ത് കിട്ടും, ചില കിഴങ്ങുകൾ ചിലപ്പോൾ വേവാൻ ഇച്ചിരി താമസം എടുക്കും. അപ്പോൾ വേവ് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയാമോ, അതിൻ്റെ അകത്തേക്ക് ഇച്ചിരി ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ശർക്കര പാനി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കര പാനിയായിട്ടും ഒഴിച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു ശർക്കരയുടെ കഷ്ണമാണ് ഇടുന്നത്. ഇതിൻ്റെ അകത്ത് അഴുക്കൊന്നുമില്ല, അതുകൊണ്ടാണ് ഡയറക്റ്റ് ഇടുന്നത്. എന്നിട്ട് അതിൽ നിന്ന് മൂടി വയ്ക്കുക. അത് മെൽറ്റായിട്ട് വരട്ടെ. ഇപ്പോൾ നമ്മളിട്ട ശർക്കരയെല്ലാം മെൽറ്റായി, ചാറുകളെല്ലാം നല്ലപോലെ വറ്റിയിട്ടുണ്ട്, കഷ്ണം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് 1-1.5 ടീസ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കുക. ഗീ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഇതിനൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. നേരത്തെ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങ തൈരിൻ്റെയൊക്കെ മിക്സില്ലേ, അതിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ജാറിൻ്റെ അകത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് ഈ കറിയിലേക്ക് എത്ര വെള്ളം ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് നമ്മൾ ജാറ് കഴുകി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ നല്ലപോലെ കുറുകിയാണ് ഇരിക്കണത്. അപ്പോൾ ഞാനിതിൻ്റെ അകത്ത് തിരക്കില്ലാണ്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാൻ മിക്സി കഴുകി ആ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണേ. പച്ചവെള്ളം ഒന്നും ചേർത്ത് കൊടുത്തേക്കരുത്, കറിയുടെ രുചി മൊത്തത്തിൽ പോയി കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പച്ചവെള്ളം ചേർക്കരുത്. ഈ ജാറിൻ്റെ അകത്ത് നിങ്ങൾ കഴുകിയെടുക്കണ ആ വെള്ളം ഇതിൻ്റെ അകത്ത് പാകത്തിന് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഉപ്പ് നോക്കുക, ഉപ്പും കൂടെ കൂടിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 2 തിള തിളയ്ക്കണം വരെ, അതായത് നമ്മൾ ചേർത്തേക്കണ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് കുക്കായി വരണം. അപ്പോൾ ഒരു 2 തിള ധാരാളം മതി, 2-3 തിള ധാരാളം മതിയാവും. അത് കഴിഞ്ഞുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിനെ കടുക് വറുക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. 2-3 പ്രാവശ്യം ഒന്ന് തിളച്ച് ആ പൊടിയുടെ എല്ലാം പച്ച ടേസ്റ്റ് മാറിയിട്ട് ഈ കറിയായിട്ട് മുളക് പൊടിയൊക്കെ നന്നായിട്ട് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി നമുക്ക് കടുക് വറുക്കാൻ പോവാണ്. അപ്പോൾ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച ശേഷം ഞാൻ ഗീ ആണ് ഒഴിച്ചു കൊടുത്തേക്കണേ. 1-1.5 ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുക. കടുകിട്ട് പൊട്ടിക്കുക, അതോടൊപ്പം ഉലുവയിട്ട് പൊട്ടിക്കുക, വറ്റൽമുളക്, അതുപോലെ തന്നെ കറിവേപ്പില, ഇത്രയും സാധനം നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് നമ്മുടെ ഈ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. കടുക് വറുക്കണത് ഈ വെളിച്ചെണ്ണയിലല്ല, നെയ്യിലാണ്. അത് പ്രത്യേകം ഓർത്തോളണം. അപ്പോഴാണ് ആ കറിയുടെ ടേസ്റ്റ് കറക്റ്റിന് അവർ പറഞ്ഞ പോലെ വരുള്ളൂ. അപ്പോൾ നെയ്യിൽ തന്നെയാണ് ഞാൻ കടുക് വറുത്തേക്കണത്. ഇനി നമുക്കത് ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തു. ഒന്ന് പതിയെ എല്ലായിടത്തേക്കും ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മുടെ കറിയുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി കറിയാണ് കേട്ടോ. നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഒരു വെറൈറ്റി കറി. പിന്നെ ഇനിയും ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പുളി ഇല്ലാത്ത തൈരാണ് നിങ്ങൾ ചേർത്തേക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട്
അത് പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് ഇതിൻ്റെ അകത്തേക്ക് പതുക്കെ ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് തിളപ്പിക്കൊന്നും വേണ്ട. നിങ്ങളെല്ലാം കഴിഞ്ഞ് ഓഫ് ചെയ്തതിന് ശേഷം ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് കറക്റ്റായിട്ട് വരും. അപ്പോൾ എല്ലാവരും പോയി വേഗം ഉണ്ടാക്കി നോക്കിക്കോ. ഈ സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയും കിട്ടുന്ന സാധനമാണ്. നമുക്ക് ഒരു കിഴങ്ങുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ടൊരു 3, 4, 5, 6 പേർക്ക് 7 പേർക്കൊക്കെ സുഖമായിട്ട് ഇത് ഇത്രയും ഞാൻ ആ കാണിച്ച ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഇഷ്ടം പോലെ ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കമൻറ്റുകൾ പറയണം കേട്ടോ, ലൈക്ക് അടിക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ഫ്രം സാലിസ് പ്ലേറ്റ്.